ഇപ്പം മൾബറി കൃഷിയെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? മൾബറി കൃഷിയെ വിളിക്കുന്ന പേരാണ് മോറികൾച്ചർ. എന്താണ്? മോറികൾച്ചറാണ്. അതുപോലെ തേനീച്ച വളർത്തൽ അല്ലെങ്കിൽ തേനീച്ച കൃഷിയെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? എപ്പികൾച്ചർ. തേനീച്ച കൃഷിയാണ് എപ്പികൾച്ചർ. അതുപോലെ തന്നെ കൂൺ കൃഷി, ഞങ്ങളുടെ നാട്ടിലൊക്കെ കുമിളെന്ന് പറയും. കൂൺ കൃഷി അല്ലെങ്കിൽ കുമിൾ കൃഷിയെ വിളിക്കുന്ന പേരാണെന്ത്? മഷ്റൂം കൾച്ചർ. മഷ്റൂം കൾച്ചർ. അതുപോലെ മുയൽ വളർത്തൽ അല്ലെങ്കിൽ മുയൽ കൃഷിയെ വിളിക്കുന്ന പേരാണെന്ത്? കൂണി കൾച്ചർ. എന്താണ്? കൂണി കൾച്ചർ. അതുപോലെ തന്നെ മത്സ്യ വളർത്തലിനെ വിളിക്കുന്ന പേരെന്ത്? പിസി കൾച്ചർ. എന്താണ്? പിസി കൾച്ചർ. കടൽ മത്സ്യ കൃഷിയെ വിളിക്കുന്ന പേരെന്താണ്? മാരി കൾച്ചർ. കടൽ മത്സ്യ കൃഷിയാണ് മാരി കൾച്ചർ. പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരാണെന്ത്? ഒലേരി കൾച്ചർ. പച്ചക്കറി കൃഷിയാണ് ഒലേരി കൾച്ചർ. അതുപോലെ തന്നെ ഈ അലങ്കാര സസ്യങ്ങളൊക്കെ കൃഷി ചെയ്യുമല്ലോ, അല്ലെങ്കിൽ അലങ്കാര സസ്യങ്ങളൊക്കെ വളർത്തുമല്ലോ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്ലോറി കൾച്ചർ. എന്താണ്? ഫ്ലോറി കൾച്ചർ. മുന്തിരി കൃഷിയെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? മുന്തിരി കൃഷിയെ വിളിക്കുന്ന പേരാണ് വിത്തി കൾച്ചർ. എന്താണ്? വിത്തി കൾച്ചർ. അതുപോലെ മണ്ണിര കൃഷിയെ വിളിക്കുന്ന പേരെന്താണ്? വെർമി കൾച്ചർ. എന്താണ്? വെർമി കൾച്ചർ. പട്ടുനൂൽ കൃഷിയെ വിളിക്കുന്ന പേരെന്താണ്? സെറി കൾച്ചർ. എന്താണ്? സെറി കൾച്ചർ. പട്ടിൻ്റെ നഗരം കാഞ്ചീപുരമാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകമാണ്. കാഞ്ചീപുരം പട്ടെന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ്. കാഞ്ചീപുരം പട്ടം.